ക്ലാസ്സിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുനാമത്തെ കുറിച്ചാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്താലാണ് അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാവുന്നത്. എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ പദ്ധതികളുമായി ഐക്യപ്പെടുത്തണം, ഈശോയുടെ ആഗ്രഹങ്ങളുമായി ഐക്യപ്പെടുത്തണം, ഈശോയുടെ വികാരങ്ങളുമായി ഐക്യപ്പെടുത്തണം. അങ്ങനെ ഐക്യപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തും കിട്ടും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എല്ലാം കിട്ടണം എന്നാഗ്രഹിക്കുന്നവര് ഒന്ന് കരമുയർത്തിയേ. നിങ്ങൾക്കൊന്നൊരാഗ്രഹമില്ലേ? പലരും കൈവക്കിയിട്ടില്ലല്ലോ. യേശു വേണ്ട, ഒന്നും വേണമെന്നുണ്ട, പക്ഷെ കൈവക്കാൻ ഒരു മടി. ഇതാ കുഴപ്പം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കി. വേണ്ടേ? അന്ന് 2 കൈയും പൊക്കി ഒന്ന് കൈയടിച്ച്. അതെല്ലാം നമുക്ക് നന്മയായിട്ടുള്ളതെല്ലാം നമുക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എന്റെ നാമത്തിൽ ചോദിക്കുവിൻ. അപ്പോൾ എന്റെ നാമത്തിൽ ചോദിച്ചാൽ, യേശു നാമത്തിൽ ചോദിച്ചാൽ നമുക്ക് അത് ലഭിക്കും. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? യേശു നാമത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതെന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എത്രയും ആഴ്ചകളായിട്ട് നമ്മൾ കർത്താവിന്റെ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഈശോയുടെ പദ്ധതികളോട് നമ്മൾ ഹൃദയം ചേർത്ത് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ 6 ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോയുടെ 7ാമത്തെ ആഗ്രഹമായ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 4ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് അച്ഛൻ നടത്താൻ പോകുന്നത്. ഈശോയുടെ 1ാമത്തെ ആഗ്രഹം എന്താണ്? ഈശോയുടെ 1ാമത്തെ ആഗ്രഹം എന്താണ്? എല്ലാവരും കർത്താവിനെ അന്വേഷിക്കണം. 2ാമത്തെ ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം. 3ാമത്തെ ആഗ്രഹം എല്ലാവരും അനുതപിക്കണം. 4